ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനാവില്ല. അവരില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. സഹായിക്കണം. കുട്ടികൾ എവിടെയാ കിടന്നത്? അവിടെ ആ കുന്നിന്റെ മുകളിലായിരുന്നു. അല്ല, ഈ കാടിനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കിട്ടുമോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമോ? ഈ വഴി കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ ഒരു കാവുണ്ട്. അവിടെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണും. ഒന്ന് പോയി നോക്കി, ഒരു സഹായം കിട്ടുന്ന എവിടെ പറയാൻ പറ്റില്ലല്ലോ. ഈ വണ്ടിയുടെ സ്ഥിതിക്ക് ഒന്നങ്ങോട്ട്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ സാഹചര്യം ഇതായിപ്പോയി. ഒന്നും വിചാരിക്കരുത് പ്ലീസ്. ശാലി, ഒന്നുമില്ല. ടെൻഷൻ അടിക്കുക. കരയല്ലേ? അവിടെ ഒരു കാവുണ്ടെന്നല്ലേ പറഞ്ഞത്. നമുക്ക് അവിടെ പോയി നോക്കാം. സമയം കളയല്ലേ. നീ വാ. പപ്പി, സത്യ, പപ്പി, സത്യ, സത്യ, മക്കളെ, ശാലി, സമാധാനായിട്ടിരിക്കെ. എടോ, സ്കൂട്ടറുകാരൻ പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ. നോക്ക്, നമ്മൾ നോക്കിയാൽ നടക്കില്ല. ഇവിടത്തെ കുറിച്ച് അറിയാവുന്നത് തന്നെ വേണം. അവർക്കേ അറിയാൻ പറ്റൂ ഇവിടുത്തെ ചതിക്കുഴികളൊക്കെ. പപ്പി, സത്യ, എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട് പുറത്തിറങ്ങി വരാനാവാതെ വഴി തടസ്സപ്പെട്ട് നിൽക്കായിരിക്കും നമ്മുടെ മക്കളല്ലേ? അതെ, അങ്ങനെ വരാൻ വഴിയുള്ളൂ. നമുക്ക് എന്തൊരു വഴി ഉണ്ടാക്കാം. നീ സമാധാനായിട്ടിരിക്കെ. നോക്ക്, നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ കുട്ടികളെ കണ്ടായിരിക്കും. നീ സമാധാനായിട്ടിരിക്കെ. കിട്ടുന്നില്ല. പപ്പി, സത്യ, ഇതിന്റെ കോളൊന്നും പോകുന്നില്ല. ഫയർഫോഴ്സോ റേഞ്ച് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായങ്ങളും നമുക്ക് കിട്ടേനെ. ഇതിപ്പോ നമ്മളെ സഹായിക്കാൻ ഒരാളെ പോലും ഇല്ലാതായല്ലോ. നീ ഒന്ന് സമാധാനിക്ക് ശാലി. ഈ സമയം ഇങ്ങനെ പോകുന്നവരും എന്റെ പേടി കൂടി കൂടി വരും. എന്റെ വിഷ്ണുട്ട, ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. ശാലി, നീ ഇങ്ങനെ തളരല്ലേ. എന്റെ കൈയും കാലും ഒക്കെ തളരുന്ന പോലെ തോന്നാം. ഞാനിപ്പോ ഇവിടെ കുഴഞ്ഞു വീഴും. വിഷ്ണുട്ട, നീ എന്തൊക്കെയാ കാണിക്കുന്നത്? നമ്മൾ ഇവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. എടോ, നീ ഇങ്ങനെ തളർന്നു പോവല്ലേ. വിഷ്ണുട്ട, നമ്മൾ അവരെ ഒരു ദുരിതത്തിന് വിട്ടു കൊടുക്കില്ല. എടോ, ഞാൻ തരുന്ന വാക്ക. നമ്മുടെ മക്കളെ നമ്മൾ കണ്ടെത്തുക ചെയ്യും. ഇനിയിപ്പോ ഈ ഭാഗത്തല്ല, ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ രക്ഷിക്കും. ഒന്നല്ലെങ്കിൽ താനും ശാരദാമ്മയ്ക്ക് വിളിക്കുന്ന ദൈവങ്ങളൊന്നുമില്ലേ? പിന്നെ എന്തിനാ പേടിക്കുന്നേ? എടോ, അവരില്ലാതെ നമുക്കൊരു ജീവിതം ഉണ്ടോ? പിന്നെ എങ്ങനെ അവരെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവാ? നോക്ക്, നമ്മൾ അവരെ ഇങ്ങോട്ടേ പോവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. കരയില്ലടി. നമ്മുടെ മക്കള് നമുക്ക് തിരിച്ചു കിട്ടും. സത്യ, അവിടെ ഒരു കാണിക്ക ഇട്ടിട്ട് പോകൂ. യാത്ര സുഖകരവും ഇവിടം ഒരു പെറ്റമ്മയെ പോലെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. കുട്ടികളെയും കൊണ്ട് പോകുന്നതല്ലേ, ഒന്ന് കയറി തൊഴുത് വണങ്ങി പോകുന്നത്
ഉത്തമമായിരിക്കും. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഒടുവിൽ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നെത്തിയല്ലേ? ഉഗ്രശക്തിയാ. അതിവിടെ വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതാണ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല. ദയവേദന ഞങ്ങളെ സഹായിക്കണം. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. വന്നു നിന്ന് തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞില്ലേ? അതിൽ കൂടുതൽ ഇനി എന്തു വേണം? പാക്കണം. ചെയ്തു പോയതിനും ധിക്കാരം പറഞ്ഞതിനും എല്ലാത്തിനും മാപ്പ്. എന്റെ കുട്ടികളെ എനിക്ക് കണ്ടെത്തി തരണം. ഒരമ്മയുടെ മനസ്സിൽ തട്ടിയുള്ള യാചനയാ. ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. തെറ്റുപറ്റിപ്പോയി. അതിനെന്ത് പ്രായച്ചിത്ത വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളും മക്കളെ കണ്ടെത്തി തിരിച്ചറിയണം. ചങ്കി തട്ടി പറയുന്ന ഞങ്ങൾക്ക് ഇനി ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. സഹായിക്കണം. അവരില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാനാവില്ല. അവരില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. സഹായിക്കണം. കുട്ടികൾ എവിടെയാ കിടന്നത്? അവിടെ ആ കുന്നിന്റെ മുകളിലായിരുന്നു. വന്യമൃഗങ്ങളൊന്നും ആക്രമിക്കാൻ സാധ്യതയില്ല. കുട്ടികള് എന്തെങ്കിലും കണ്ട് താഴേക്ക് ഇറങ്ങിപ്പോകാനേ വഴിയുള്ളൂ.